ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ അസലൊരു പുഴുക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിന്ന് ചേമ്പ് പുഴുക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് നല്ല ഒന്നാം തരം ചേമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നതാണ്. ഇപ്പം അതിന് കിലോ 80 രൂപയാണ് വില. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല വെണ്ണ പോലെ നല്ല വെന്ത് സോഫ്റ്റായിട്ട് നമുക്ക് കിടിലൻ ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ ഒരു പുളിമുളക് അരച്ചതും കൂടി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. ഇവിടെ അതിന് നമ്മൾ പുളിമുളക് അരച്ചതെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ആദ്യം ഈ ചേമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. തൊലിയൊക്കെ ഇങ്ങനെ ഒന്ന് ചുരണ്ടി കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. പെട്ടെന്ന് ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിൻ്റെ കൂടെ ആ ഒരു പുളിമുളക് അരച്ചതും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. നമുക്ക് വൈകുന്നേരമോ കട്ടൻ ചായയുടെയോ കൂടെ കഴിക്കണം, കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ചേമ്പെല്ലാം നമ്മളിത് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. നമ്മൾ ചേമ്പതേ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനുള്ള വലിപ്പമുള്ള കഷ്ണമാക്കി മുറിക്കാം. വെറും അങ്ങ് നൈസാക്കേണ്ട ആവശ്യം, കുറച്ച് കട്ടിക്ക് മുറിക്കാം, അല്ലെങ്കിൽ വെന്തങ്ങ് കുഴഞ്ഞു പോകും. ഞാനിന്ന് ഇതുപോലെയാണ് കഷ്ണങ്ങളാക്കി ഇടാൻ പോകുന്നത്. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു പുഴുക്ക കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മുടെ നന്നായിട്ട് വേവും, നല്ല വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരും. ഇപ്പോഴത്തെ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ മുറിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി കഴുകിയിട്ട് നമുക്കിതൊന്ന് അടുപ്പിലേക്ക്. ഇതിൻ്റെ ഒരു കൊഴുകൊഴായിരിക്കും. നമ്മൾ കുറച്ച് കഴുകുമ്പോഴേ വെള്ളത്തിൽ നല്ല കുറുകുറാണ് വെള്ളം. അപ്പം 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് നമുക്കൊന്ന് അടുപ്പിലേക്ക് വെക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വെക്കാം. കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വേവട്ടെ. പുഴുക്ക് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് പുളിയും മുളകും അരച്ചത് തയ്യാറാക്കാം. അപ്പോൾ സിമ്പിളാണ്. അതിന് വേണ്ടി നമുക്ക് കൂടുതൽ വേണ്ടത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഒരു 10 കഷ്ണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ വേണ്ടത് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പും മുളക് പൊടി. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ പുളിയും മുളക് അരച്ചതിന് വേണ്ടി നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് ഈ സാധനങ്ങളൊക്കെ അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി കൂടുതലുണ്ടാകും കേട്ടോ, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി നമുക്ക് പുളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് കുറച്ച് കൂടുതൽ ഇടാം. ഏകദേശം 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മുടെ പുളിയും മുളക് നമ്മൾ അരച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ പുളിയും മുളകും നമ്മളത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. ഈ സമയത്ത് തന്നെ കയ്യിൽ നല്ല മഴ വരുന്നുണ്ട്. ഇവിടെ ഈ ഒരു സമയത്താണെങ്കിൽ ഈ പുഴുക്കും ഈ ഒരു പുളിയും മുളക് അരച്ചതും ഉണ്ടെങ്കിൽ അടിപൊളി. നല്ല ഒന്നാം തരം പുളിയും മുളക് അരച്ചത്. ഇപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ചേമ്പൊക്കെ വെന്തിട്ടുണ്ടാവും. നമുക്കതും കൂടി ഒന്ന് ഊറ്റിയെടുത്തുകൊണ്ട് വരാം. നമ്മളെ ചേമ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ. അധികം സമയമൊന്നും എടുക്കത്തില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഒരു 10-15 മിനിറ്റിനുള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഒന്നൊരു പാത്രത്തിലേക്കൊന്ന് വിളമ്പാം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കുറച്ച് പുളിയും മുളകും അരച്ചത്. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ചൂടുണ്ട്, അടിപൊളി മഴയും വരുന്നുണ്ട്. എങ്ങനെയുണ്ട്? എന്ത് പറയാനാ, കിടില, സൂപ്പറാ. ഈ മഴയത്ത് ഇതും കൂടെ ഒന്ന് കഴിയണം കേട്ടോ. അടിപൊളി, ഒന്നും പറയല്ല, സൂപ്പർ. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എളുപ്പമാണ്, ഒരു പാടും ഇല്ലല്ലോ, പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.